ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ ജീവിതത്തോട് ഒരുപാട് പോരാടിയ അല്ലെങ്കിൽ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പലതിനു വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാകുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തികം നേടിയെടുക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ജീവിതം ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ പല ആളുകളും പല കാര്യങ്ങളും മതിയാക്കി ഉപേക്ഷിച്ച ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് ഫലം കാണാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം കുറച്ചു. നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഞാൻ പരിശ്രമിച്ചത് വെറുതെ ആയല്ലോ, അല്ലെങ്കിൽ ഇനി എന്നാണ് ഇതിനൊരു ഫലം കാണുക. ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളൊരു ആളായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിച്ച ചില ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പലർക്കും ഇങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയും റിലേഷൻഷിപ്പിന് വേണ്ടിയും നല്ലൊരു ജോലി നേടുന്നതിന് വേണ്ടിയും ഒക്കെ തിരഞ്ഞെടുത്ത ഏത് വഴിയാണോ ആ ഒരു വഴി ഉപേക്ഷിച്ച് പലരും ഇവിടെ മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനിയും ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ ശരിയാകില്ല, മറ്റൊരു മാർഗം തേടാം എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ പല ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിൽ നിന്നും തോറ്റു പിന്മാറില്ല എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരു മൂല്യവും അതിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നാം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്നൊരു മൂല്യവും കിട്ടാതെ വരുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം. പക്ഷേ നമ്മൾ മടുപ്പ് തോന്നി തളർന്നിരിക്കരുത് എന്നുള്ളതാണ് ജീവിതത്തിൽ അർത്ഥം നൽകുന്ന മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം തേടാൻ നമ്മൾ പുറപ്പെടണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന യാത്ര ദുഷ്കരമാണെങ്കിലും അതിനെയെല്ലാം നേരിടാൻ ഉറച്ച മനസ്സോടെ നിങ്ങൾ ശക്തമായിട്ട് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തീർച്ചയായും നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും എടുത്ത എഫേർട്ട് വെറുതെ ആയല്ലോ എന്ന് ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറി നിങ്ങൾക്ക് വിജയം വന്നെത്തുന്ന സമയം അടുത്തെത്തി എന്നുള്ളതാണ്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ജീവിതത്തിൽ വന്നെത്തുന്ന ഒരു സമയമാണിത്. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളിലേക്ക് പല അവസരങ്ങൾ ഈ ഒരു സമയം വന്നെത്തുന്നുണ്ട്.
ഈ അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങളെക്കാളും നിങ്ങളിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ളൊരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ സമയം അങ്ങനെ ചെയ്താൽ ചുറ്റുമുള്ള മറ്റാരേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതാവാം. അങ്ങനെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു വിജയം സ്വന്തമാക്കാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് ചെലവുകൾ നേരിടാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ പണം നിങ്ങൾ ശ്രദ്ധിച്ച് ചിലവാക്കുക. നിങ്ങളുടെ ഉപയോഗശൂന്യമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾ വെട്ടിക്കുറയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ പാഴ്ചിലവുകളൊക്കെ മതിയാക്കി ഒരു നിക്ഷേപം തുടങ്ങുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാവൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരങ്ങൾ സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് കോംപ്രമൈസ് ആണ്. അതായത് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലാവാം. നിങ്ങൾ അങ്ങനെ ഏതോ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസിന് തയ്യാറാവുന്നതാവാം. അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. അതായത് മുഖംമൂടിയിട്ട കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ വളരെ വലിയ സ്നേഹമാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ആവാം. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നുള്ളവരാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ അങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്നുള്ളത്. പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതായിരിക്കാം. നിങ്ങളെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഭാവിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ. കാരണം അവർ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനത്ര പ്രാധാന്യം കൊടുക്കില്ല, നിങ്ങൾ അതിനത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് മുഖംമൂടി അണിയുന്നത്, ആരാണ് പൊയ്മുഖം നിങ്ങളോട് കാണിക്കുന്നത് എന്നൊക്കെ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. അതായത് ഇവരുടെ യഥാർത്ഥ മുഖം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയതാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു കാര്യം, അതായത് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുവാണെന്നോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കാര്യം ഇവരറിയരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഇവരോട് മുമ്പ് പെരുമാറിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു ശക്തി നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റീവ് വന്നിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കേണ്ട ഒരു സമയമാണ്.
അതായത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടാണോ സന്തോഷം കിട്ടുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ മറ്റു പലതിനും വേണ്ടി ഓട്ടപ്പാച്ചിൽ നടത്തുന്നതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും മാറ്റിവെച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സമയം നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോള് കൊണ്ടുവന്ന ആ ഒരു കഴിവ്, ഈ സമയം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തണമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾ പാസ്റ്റിൽ നടന്നിരുന്ന ഒരു കാര്യം മനസ്സിൽ നിന്ന് വിട്ട് കളയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, മറ്റാരെങ്കിലും നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തിയ പല സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരേ കാര്യം തന്നെ സദാസമയം ആലോചിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാവാം ഉള്ളത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ലെറ്റിൻ ഗോ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളെ ഏത് കാര്യമാണോ വിഷമിപ്പിക്കുന്നത്, നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ട് ഒരു സന്തോഷം അനുഭവിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.